സർവത്ര സുഖസൗകര്യങ്ങൾക്കിടയിലും സന്തോഷത്തോടുകൂടി സുഖിച്ച് സുഭിക്ഷമായി ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമുക്കൊന്നിലും അല്ലാഹു ഒരു കുറവും വരുത്തിയിട്ടില്ല. അത്യാവശ്യം മെച്ചപ്പെട്ട ജീവിതം, വാഹനം, ജോലി, സൗകര്യങ്ങൾ എല്ലാം അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. എങ്കിലും നമുക്ക് പറയാനുള്ളത് പരാതികൾ മാത്രമാണല്ലോ. നമുക്ക് നിരത്താനുള്ളത് ഇല്ലായ്മയുടെ കണക്കുകൾ മാത്രമാണല്ലോ. ഇങ്ങനെ പരാതിയും പരിഭവവും പറഞ്ഞ് ജീവിതം സുഭിക്ഷമായി നയിക്കുന്ന നമുക്ക് അല്ലാഹു ചില ചിത്രങ്ങൾ കാണിച്ചു തരികയാ. അത് ഏത് നാട്ടുകാരുടെ ചിത്രമെന്നറിയുമോ? അത് ഫലസ്തീനിന്റെ പാവപ്പെട്ട മക്കളുടെ ചിത്രമാണ്. ഒരിക്കൽ എല്ലാം ഉണ്ടായിരുന്നവരാണ്, ഇന്നെല്ലാം നഷ്ടപ്പെട്ടവരായി. അവരുടെ വീട്, ഭൂമി, ഉറ്റവർ, ഉടയവർ, പണം, ജോലി, സൗന്ദര്യം, ഇങ്ങനെയെല്ലാം നഷ്ടപ്പെട്ട് അവസാനം ജീവൻ മാത്രം ബാക്കിയായ കുറെ മനുഷ്യക്കോലങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം നമ്മുടെ മക്കൾക്ക് വാരിക്കൂട്ടുന്ന പണവും പണ്ടവും പോരെന്ന് തോന്നുമ്പോ ഗസയിലേക്കൊന്ന് നോക്കണം. അവർ അവരുടെ കുട്ടികൾക്ക് വേണ്ടി കൊതിക്കുന്നത് ഒരിറക്ക് വെള്ളമോ ഒരു കഷ്ണം റൊട്ടിയോ മാത്രമാണ്. നമ്മുടെ എസിക്ക് കൂളിംഗ് കുറവാണെന്ന് തോന്നുമ്പോ ഗസയിലേക്കൊന്ന് നോക്കണം. അവർക്ക് വേണ്ടത് ശ്വസിക്കാൻ കുറച്ച് ശുദ്ധമായ വായു മാത്രമാണ്. നമ്മുടെ വീടുകൾക്ക് ചൂട് കൂടുതലാണെന്ന് തോന്നുമ്പോ ഗസയിലേക്കൊന്ന് നോക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ. അവർക്കാകെയുള്ളത് ആശ്വാസം, മേഘപാളികളുടെ തണൽ മാത്രമാണ്. നമ്മുടെ കല്യാണ മാമാങ്കങ്ങൾക്ക് വിഭവങ്ങൾ കുറവാണെന്ന് തോന്നുമ്പോ ഗസയിലേക്ക് നിങ്ങളൊന്ന് നോക്കണം. ദിവസങ്ങളായി അവരുടെ ആമാശയങ്ങൾ കാലിയാണ്. നാം കഴിച്ച ഭക്ഷണം അത്ര പോരാ എന്ന് തോന്നുമ്പോ ഗസയിലേക്ക് നമ്മളൊന്ന് നോക്കണം. അവരുടെ വയറുകൾ കരിങ്കല്ലുകൾ കൊണ്ട് കെട്ടപ്പെട്ടിരിക്കുകയാണ്. ഗസയിലെ ഏക മലയാളി ഡോക്ടറായ സന്തോഷ് കുമാർ പറയുന്നുണ്ട്. കിരാതമായ ക്രൂരതകൾ അവിടെ നിന്ന് വിവരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങളാണ് നൽകിയത്. ഭക്ഷണ ട്രക്കുകളുമായിട്ട് ഇസ്രായേൽ സൈന്യം കടന്നു വരുമ്പോ, അല്ലെങ്കിൽ അതിന്റെ സന്നദ്ധ പ്രവർത്തകർ കടന്നു വരുമ്പോ, ഈ ഭക്ഷണം വാങ്ങാൻ വേണ്ടി രാവിലെ 2 മണിക്ക് എഴുന്നേറ്റ് കൊച്ചുകുട്ടികളും പ്രായമായവരും എല്ലാവരും ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് രാവിലെ 2 മണിക്ക് തന്നെ ചെന്ന് ട്രക്ക് വരുന്ന സ്ഥലത്ത് പോയിട്ട് കിടക്കുകയാണ്. ഒന്ന് തലപൊക്കിയാൽ ഇസ്രായേൽ സൈന്യം വെടിവെക്കുന്ന രീതിയിൽ അല്ലാഹുവേ നീ സഹായം നീ അവർക്ക് എത്തിക്കണേ റബ്ബേ. എത്രത്തോളം ക്രൂരമായ വംശീയ ഹത്യയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വസ്ത്രങ്ങൾ പോരെന്ന് തോന്നുമ്പോ ഗസയിലേക്കൊന്ന് നോക്കണം. ഒരു കഷ്ണം തുണി കൊണ്ട് നഗ്നത മറക്കാൻ പെടാപ്പാടുപെടുന്നവർ, ജീവിതത്തിന്റെ വിഭവങ്ങൾ, സൗകര്യങ്ങൾ പോരാ എന്ന് തോന്നുമ്പോ ഗസയിലേക്ക് നമ്മളൊന്ന് നോക്കണം. സ്വന്തം എന്ന് പറയാൻ ഒന്നുമില്ലാത്ത ഒരു ജനതയെ നമുക്കവിടെ നിന്ന് കാണാൻ സാധിക്കും. നാളെ പരലോകത്ത് പുഞ്ചിരിക്കുന്ന വദനത്തോടുകൂടി നമുക്കവരെ കാണുമ്പോ അന്ന് റബ്ബ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? എന്ത് പറഞ്ഞാലാണ് നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക? അവരുടെ വേദനകൾക്കൊപ്പം, അവരുടെ കണ്ണീരിനൊപ്പം, അവരുടെ വിലാപങ്ങൾക്കൊപ്പം, അവരുടെ വിശപ്പിനൊപ്പം, അവരുടെ കഷ്ടതകൾക്കൊപ്പം നിലയുറപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അവർ നമ്മുടെ സഹോദരങ്ങളാണ്. അവർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് കൂടണം. അവർക്ക് വേണ്ടി നമുക്ക് കരയണം. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. അവരുടെ ശത്രുക്കൾക്കെതിരെ ശക്തമായ ആയുധമെടുക്കാം. അത് പ്രാർത്ഥനയാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. അവർക്ക് വേണ്ടി നമുക്ക് ശബ്ദിക്കാം. ചില ആളുകൾ മൗനികളായിട്ടിരിക്കുകയാണ്. ചില ഭരണാധികാരികൾ, അർജന്റീന ഉൾപ്പെടെ, നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന അർജന്റീന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്തിരിക്കുകയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളൊക്കെ നെഞ്ചേറ്റുന്ന മെസ്സി അടക്കമുള്ള ജീവിക്കുന്ന അർജന്റീന പോലുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനൊപ്പമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ കഷ്ടത കണ്ടിട്ട്, അവരുടെ വേദന കണ്ടിട്ട്, അവരുടെ കണ്ണീര് കണ്ടിട്ട് നമ്മുടെ കണ്ണിൽ നിന്നും ഒരിറ്റ് കണ്ണീര് വന്നോ? ഒന്ന് കൈ ഉയർത്തി അവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യാനുള്ള ഒരു മനസ്സെങ്കിലും നമുക്കുണ്ടായോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ സ്ഥലങ്ങളിൽ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നടക്കുന്നു, പ്രാർത്ഥനാ സംഗമങ്ങൾ നടക്കുന്നു, ദുആ സംഗമങ്ങൾ നടക്കുന്നു. അതിലൊന്ന് അണിചേരാൻ നമുക്ക് സാധിച്ചോ? അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. അല്ലാഹു ആ പാവപ്പെട്ട ഫലസ്തീനിന്റെ പൊന്നുമക്കൾക്ക് അല്ലാഹു സഹായം എത്തിക്കട്ടെ. അല്ലാഹു നീ അവർക്ക് സഹായം നൽകണേ പടച്ചവനെ. അല്ലാഹു നീ അവർക്ക് സഹായം നൽകണേ. അല്ലാഹ് ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ
പരാജയപ്പെടുത്തണേ റബ്ബേ. ഇസ്രായേലി സൈന്യത്തെ നീ പരാജയപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ, നമ്രൂദിനെയും ഹാമാനിനെയും ഫിർഔനിനെയും അബൂലഹബിനെയും അബൂജഹലിനെയും പോലെയുള്ള ധിക്കാരികളെ അടിച്ചൊതുക്കിയ റബ്ബേ, നീ ഇവരെയും അടിച്ചൊതുക്കണേ അല്ലാ, നീ അടിച്ചൊതുക്കണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, മൗനികളാകരുത്, നിശബ്ദരാകരുത്. സോഷ്യൽ മീഡിയകളൊക്കെ ആ ഫലസ്തീനിന് വേണ്ടി ശബ്ദിക്കണം. 75 വർഷക്കാലമായി ഈ നരനായാട്ട് തുടങ്ങിയിട്ട് അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ട് ചാരക്കൂമ്പാരങ്ങൾക്കിടയിൽ ഒരിറ്റ് ഭക്ഷണത്തിന് വേണ്ടി, ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടിയിട്ട് കേണപേക്ഷിക്കുകയാണ്. അള്ളാഹു അവർക്ക് സഹായം നൽകട്ടെ. ലക്ഷക്കണക്കിന് നബിമാരുടെ പാദസ്പർശനം കൊണ്ട് പുളകിതമായ ആ ഫലസ്തീനിന്റെ മണ്ണെന്ന് ചോരക്കളമാണ്, ചാരക്കൂമ്പാരമാണ്. വാപ്പയില്ലാത്തവർ, ഉമ്മയില്ലാത്തവർ, മക്കളില്ലാത്തവർ, ഉണ്ടെങ്കിൽ പോലും കൈകാലുകൾ നഷ്ടപ്പെട്ടവർ, അങ്ങ് ചിത്രം വന്നവർ. പടച്ചവനെ, എന്തെല്ലാം കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. നമ്മളോ പ്രിയപ്പെട്ടവരെ, എന്റെ മകളുടെ കല്യാണത്തിന്, ആദ്യത്തെ മകളുടെ കല്യാണത്തിന് 150 പവനാണ് ഉസ്താദെ ഞാൻ കൊടുത്തത്. ഇപ്പൊ എനിക്ക് 100 കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള പരാതിയാണ്. ചൂട് കൂടുതലാ, മേളത്തെ റൂം കെട്ടുന്നു, പണം തികയുന്നില്ല, ഇതാ പരാതി. കാർ എടുത്തു ഉസ്താദെ, പുതിയൊരു കാർ എടുക്കണം, ഇപ്പോഴത്തെ കാറിന് AC കുറവാ. ഇതൊക്കെയാ നമ്മുടെ പരാതിയും പരിഭവങ്ങളും. പ്രിയപ്പെട്ടവരെ, പരീക്ഷണങ്ങളുടെ തീച്ചൂളയിൽ ഗസയിലെ കുഞ്ഞും